കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രക്തലിപികളാൽ എഴുതപ്പെട്ട അങ്കമാലി വെടിവെപ്പിന് 67 വയസ്സ്. 1959 ജൂൺ 13-ന് വിമോചന സമരത്തിനിടെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെട്ട രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി കേരള പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അങ്കമാലി സെന്റ് ജോർജ് ബസലിക്കയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പ്രത്യേക കുർബാനയും രക്തസാക്ഷികളുടെ കല്ലറയിൽ പുഷ്പാർച്ചനയും നടത്തി. വിമോചന സമരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ അധ്യായങ്ങളിലൊന്നായ അങ്കമാലി വെടിവെപ്പിന്റെ 66-ാം വാർഷിക അനുസ്മരണം അങ്കമാലി സെന്റ് ജോർജ് ബസലിക്കയിൽ വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. 1959 ജൂൺ 13-ന് EMS സർക്കാരിനെതിരെയുള്ള സമരത്തിനിടയിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 7 നിരപരാധികളായ സമരസഖാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇവരുടെ രക്തസാക്ഷിത്വം കേരള ചരിത്രത്തിലെ മായ്ക്കാനാകാത്ത ഓർമ്മയാണ്. രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് അങ്കമാലി ബസലിക്കയിൽ പ്രത്യേക അനുസ്മരണ കുർബാനയും പ്രാർത്ഥനകളും നടന്നു. കേരള പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണത്തിൽ രക്തസാക്ഷികളുടെ കല്ലറയിൽ പുഷ്പാർച്ചനയും റീത്തും സമർപ്പിച്ചു. തുടർന്ന് പള്ളിയങ്കണത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം പ്രതികരണ വേദി ചെയർമാൻ ജോസ് വാപ്പാലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൺവീനർ PA നാദർഷാ അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കല്ലറയിൽ നടന്ന അനുസ്മരണ പ്രാർത്ഥനയ്ക്ക് ബസലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, ഫാദർ ഷെറിൻ മാടവന, ഫാദർ ചെറിയാൻ മുഴുവഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. കൂടാതെ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണവും ഉപഹാര സമർപ്പണവും നടത്തി. കൗൺസിലർ ലെക്സി ജോയ്, പീറ്റർ മേച്ചേരി, ഷൈബി പാപ്പച്ചൻ, ടോണി ചിറ്റിലപ്പിള്ളി, KP ഗെയിൻ, ഡാളി മാമച്ചൻ, GV ബാബു എന്നിവർ സംസാരിച്ചു. രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളും പ്രതികരണ വേദിയുടെ പ്രവർത്തകരും തുടങ്ങി നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.